ജീവിതത്തിലെ പല ഇടങ്ങളിൽ നിന്നും കിട്ടിയ അറിവുകൾ, അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എക്സ്പോഷർ പോയിൻ്റ് എന്ന ഈ ഒരു ചെറിയ ചാനൽ ഞാൻ തുടങ്ങിയത്. ഇന്ന് ഒരു ചെറിയ കഥ പറയാം. എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ ഒരു ചെറിയ അനുഭവം. ബാംഗ്ലൂർ നഗരത്തിലേക്കാണ് യാത്ര. കോളേജ് പഠനം പൂർത്തിയായി ജോലി അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര. ഒരു പുതിയ ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടാകാവുന്ന എല്ലാ വ്യാകുലതകളും ആകുലതകളും, പുതിയ ഇടത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവിടുത്തെ കാര്യങ്ങൾ ഓർത്തുകൊണ്ടുള്ള ആകാംക്ഷയും എല്ലാം അന്ന് ഞങ്ങൾക്കുമുണ്ടായിരുന്നു. അങ്ങനെ ബാംഗ്ലൂർ നഗരത്തിൽ ചെന്നെത്തുകയും അവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ഇൻ്റർവ്യൂകളുടെ ദിനങ്ങളായിരുന്നു. ഒരിക്കൽ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കമ്പനിയിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് അവിടേക്ക് പോവുകയും അതൊരു ബാങ്കായിരുന്നു. അവിടെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാംഗ്ലൂർ നഗരത്തിൽ ഉള്ള ഒരുപാട് IT കമ്പനികൾ, എഞ്ചിനീയറിംഗ് കമ്പനികൾ എന്നിവിടങ്ങളിലേക്കൊക്കെ എത്തുന്ന പുതിയ ജോയിൻ ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ സാലറി അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുക, അതോടൊപ്പം ബാങ്കിൻ്റെ തന്നെ മറ്റു പ്രൊഡക്റ്റുകൾ വിൽക്കുക എന്നുള്ളതായിരുന്നു. വളരെ രസകരമായ ഒരു സെയിൽസ് ജോബ്, സെയിൽസ് എക്സിക്യൂട്ടീവ് ജോബ്. പുതിയ സ്ഥലങ്ങൾ, പുതിയ ഇടങ്ങൾ, ഓരോ ദിവസവും പുതിയ എംപ്ലോയീസ്, അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ എല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. ഓരോ കമ്പനികളിലും മറ്റു ബാങ്കുകളും നമ്മളോടൊപ്പം കോമ്പറ്റീഷന് വേണ്ടിയിട്ടുണ്ടാവും. അവരുടെ മുന്നിൽ ഡെമോൺസ്ട്രേഷൻ ചെയ്തുകൊണ്ട് വേണം പുതിയ ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ പുതുതായി ജോയിൻ ചെയ്തവരെ ആകർഷിക്കാൻ. അങ്ങനെ ജോലി മുന്നോട്ട് പോകുന്നു. ഒരിക്കൽ പല തവണകളായി അസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനും തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട് തന്നെ പല മൾട്ടിനാഷണൽ കമ്പനികളിലേക്കും പോകാൻ വേണ്ടി സാധിച്ചു. അതിനിടയിലാണ് ബാങ്ക് മാനേജർ ഒരു ദിവസം എന്നോട് പറയുന്നത്, ഇന്ന് പോവേണ്ടത് അല്പം സിറ്റിയിൽ നിന്നും ഉള്ളോട്ട് പോയി ഒരു മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങിയിട്ടുണ്ട്, അവർക്ക് സാലറി അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അവിടെ ഒരു ലേഡി സംരംഭകയാണ് എന്നുകൂടി എന്നോട് പറഞ്ഞു. അങ്ങനെ ആ ദിനം വന്നെത്തി. ഞാൻ അങ്ങോട്ട് യാത്രയായി. പതിവിൽ നിന്നും അധികം ആപ്ലിക്കേഷൻ ഫോമുകളുമായിട്ടാണ് ഞാൻ പോയിരുന്നത്. തീർച്ചയായും കൂടുതൽ ആപ്ലിക്കേഷൻ ഫോമുകൾ വേണ്ടിവരും എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ അവിടെ എത്തുകയും അവിടുത്തെ ബാങ്ക് മാനേജർ അവിടുത്തെ ഒരു സംരംഭക മുന്നിലേക്ക് വരികയും എന്നെ അവിടുത്തെ എംപ്ലോയീസിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഒറ്റ നോട്ടത്തിൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാം, അത്രയും ഊർജ്ജസ്വലതയോടെ ദൃഢനിശ്ചയത്തോടുകൂടി അവർ ഒരു നല്ല ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ആ സ്ത്രീയുടെ സംസാരത്തിൽ നിന്നും അവരുടെ ചലനങ്ങളിൽ നിന്നും അവരുടെ എനർജിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ അവിടെയുള്ള എംപ്ലോയീസിനെ പരിചയപ്പെടുത്തി ഞാൻ അവരുമായി എൻ്റെ ജോലിയിലേക്ക് കടന്നു. ആപ്ലിക്കേഷൻ ഫോമുകൾ സിഗ്നേച്ചർ ഇടേണ്ടതായിട്ടുണ്ട്. അവർക്ക് ഓരോ സ്ഥലങ്ങളിലും എവിടെയൊക്കെയാണ് സിഗ്നേച്ചർ ഇടേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ ബാങ്കിന് പ്രത്യേകിച്ച് സെക്യൂരിറ്റി മെഷേഴ്സ് കുറച്ച് കൂടുതലായത് കാരണം 3 ഇടങ്ങളിൽ ഒരുപോലെ സിഗ്നേച്ചർ ഇടേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷമാണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. ഈ എൻ്റെ മുന്നിലിരിക്കുന്ന 10-14 ആളുകൾ, എൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ, അവർക്ക് പലർക്കും സിഗ്നേച്ചർ ഒരുപോലെ ഇടാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണ പോലും ഇടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരുടെ കൈകളിൽ പിടിച്ചിരിക്കുന്ന പേന നമ്മളൊക്കെ ഒരു വടി എങ്ങനെയാണോ പിടിക്കുന്നത് അതുപോലെയാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്.
എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ജീവിതത്തിൽ ഇന്നേ വരെ അവർ പേന കൈകൊണ്ട് തൊട്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അത്രയും ദയനീയമായിരുന്നു ആ കാഴ്ച. അവരുടെ മുഖത്തെ ജാള്യതയും അവരുടെ മനസ്സിലെ വിഷമവും ഒക്കെ എനിക്ക് അവരുടെ കണ്ണുകളിൽ കാണാമായിരുന്നു. ഞാൻ അത് കണ്ടിട്ടില്ലെന്നുള്ള ആ ഒരു മനോഭാവത്തിൽ അവരുടെ മുന്നിൽ നിന്ന് അവർക്ക് വേണ്ട പ്രചോദനം നൽകിക്കൊണ്ട് അവരോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും ശ്രമിച്ചു. അന്ന് വൈകുന്നേരം വരെ അവരെ കൊണ്ട് സാധിച്ചില്ല. പിന്നീട് ഒരു ദിവസം അവർക്ക് നൽകി. അന്ന് രാത്രി നിങ്ങൾ വീണ്ടും ശ്രമിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നീട് എൻ്റെ ബാങ്ക് മാനേജറോട് ഞാൻ ചോദിക്കുകയും അടുത്ത ദിവസം പോകുമ്പോൾ നീ ഇങ്ക് പാഡുകളുമായി അവരുടെ തമ്പ് ഇംപ്രഷൻ എടുക്കുന്നതിന് വേണ്ടി ഇങ്ക് പാഡുകളുമായി പോയിക്കോളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ അടുത്ത ദിവസം പോവുകയും പിന്നീട് അവരെ കൊണ്ട് തമ്പ് ഇംപ്രഷനുകൾ എടുക്കുകയും ചെയ്തു. വളരെ സന്തോഷം നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട എൻകറേജ്മെൻറ്റ് നൽകിക്കൊണ്ടാണ് ഞാൻ മടങ്ങിയത്. ഇനി നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നത് ബാങ്കിലൂടെ ATM കാർഡിലൂടെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരോട് സമാശ്വസിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങിയത്. പക്ഷേ അന്ന് മടങ്ങുന്ന ആ യാത്രയിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ, ആ പ്രായത്തിൽ ഉണ്ടായിരുന്ന ചിന്തകൾ, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, നമ്മൾക്കൊക്കെ ലഭിച്ച സൗകര്യം, നമ്മൾ ജനിച്ച സ്ഥലം, നമ്മളുടെ ചുറ്റുപാടുകൾ, നമുക്ക് കിട്ടിയ സഹായങ്ങൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജനിച്ചു വീണ, ഒരുപോലെ ദൈവം എല്ലാവർക്കും നൽകിയ ഈ ഭൂമിയിൽ ജനിച്ചു വീണ ആളുകൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നതും. ഒരു പക്ഷേ നമ്മളും അവരെപ്പോലെ മറ്റെവിടെയോ ആണ് ജനിച്ചിരുന്നതെങ്കിൽ തീർച്ചയായും നമ്മളും അവരെപ്പോലെ തന്നെ പേന പിടിക്കാൻ കഴിയാത്ത, ഒരുപക്ഷെ വായിക്കാൻ കഴിയാത്ത ആരൊക്കെയോ ആയിത്തീരുമായിരുന്നില്ലേ? ഈ ഭൂമിയിൽ ആരൊക്കെയോ എവിടെയൊക്കെ എത്തുന്നു, പക്ഷേ പലരും എങ്ങും എത്താതെയുമാകുന്നു. ഇതിനൊക്കെ ആരൊക്കെയോ കാരണക്കാരായിട്ടില്ലേ? തീർച്ചയായും ഉണ്ട് എന്നതാണ് സത്യം. എൻ്റെ ഈ ഒരു കൊച്ചനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയുവാനും മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും എന്തൊക്കെയോ നൽകാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും മറ്റുള്ളവർക്ക് എവിടെയെങ്കിലും എത്താൻ സാധിക്കുമെങ്കിൽ, അതിനുവേണ്ടി നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിന് നമുക്കാവട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഇതുപോലെ കഴമ്പുള്ള അല്ലെങ്കിൽ ഇതിലേറെ നല്ല അനുഭവങ്ങളുമായി വീണ്ടും എക്സ്പോഷർ പോയിന്റിലൂടെ നിങ്ങളുടെ മുൻപിലേക്ക് എത്താം. താങ്ക് യു.